Cauchy's integral formula is a very important theorem. Let f be analytic everywhere within and on a simple closed contour C taken in the positive sense. If z0 is any point interior to C, then f of z0 equal to 1 by 2 pi I integral over C f of z dz by z minus z0, or integral over C f of z dz divided by z minus z0 equal to 2 pi I into f of z0. This is known as Cauchy's integral formula. That is, we have a function f is analytic and a simple closed contour in the positive direction, counterclockwise direction C, and the function f of z is analytic interior to and on C. കർവിലും സിയുടെ ഉള്ളിലും സിയിലും അനാലിറ്റിക് ആണ്. ആൻഡ് z0 ഈസ് എൻ ഇൻറ്റീരിയർ പോയിൻ്റ് ടു സി. സിയുടെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് ആണ് z0. അങ്ങനെയാണെങ്കിൽ f of z0 മീൻസ് ദിസ് ഈസ് 1 by 2 pi I integral over c f of z dz divided by z minus z0. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ടാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ 2 pi I ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എഫ് ഓഫ് സെഡ് എന്തായിരിക്കണം, സിയിലും സിയുടെ ഉള്ളിലും അനാലിറ്റിക് ആയിരിക്കണം. സെഡ് നോട്ട് എന്ന് പറയുന്നത് സിയുടെ ഉള്ളിലുള്ള ഒരു പോയിൻ്റും ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാർട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഫോർ ദിസ് വി ടേക്ക് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡിനെ എഫ് ഓഫ് സെഡ് പ്ലസ് എഫ് ഓഫ് സെഡ് നോട്ട് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്. എഫ് ഓഫ് സെഡ് നോട്ട് ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. പിന്നെ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്നെഴുതി. ദെൻ integral over c f of z dz divided by z minus z0 equal to integral over c. ഈ ടേം എഫ് ഓഫ് സെഡിന് പകരം എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ്. ദെൻ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി f of z minus f of z0 divided by z minus z0 dz. But f of z0 constant ആണ്, we can take outside, so that's equal to f of z0 into integral over c dz by z minus z0 plus integral over c f of z minus f of z0 divided by z minus z0 dz. So integral over c എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് കാണുന്നതിന് പകരം ഈ രണ്ട് ഇൻ്റഗ്രൽ കാണിട്ട് സം ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രലും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാർട്സ് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് സി എന്ന കർവാണുള്ളത് പോസിറ്റീവ് ഡയറക്ഷനിൽ. അപ്പോൾ അതിനുള്ളിലുള്ള ഒരു പോയിൻ്റാണ് സെഡ് നോട്ട്. അപ്പോൾ സെഡ് നോട്ട് സെൻറ്ററായിട്ട് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യാം. സെഡ് നോട്ട് സെൻറ്ററും റോ റേഡിയസായിട്ട് C1 എന്നുള്ള ഒരു സർക്കിൾ പോസിറ്റീവ് ഡയറക്ഷനിൽ. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ C1 ഇക്വേഷൻ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു റോ എന്നെഴുതാം. അപ്പോൾ അതൊന്ന് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു റോ ഇ റേസ് ടു ഐ തീറ്റ സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് റോ ഇ റേസ് ടു ഐ തീറ്റ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ സർക്കിളാണ്. സോ C1 ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ z0 and radius rho such that ഈ C1 കംപ്ലീറ്റ്ലി സിയുടെ ഉള്ളിലായിരിക്കും. കുറച്ച് പുറത്തു പോകാനൊന്നും പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് സിയുടെ ഉള്ളിലായിരിക്കണം. ഇൻ ദി പോസിറ്റീവ് സെൻസ്, പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ 1 by z minus z0 ആണ്. 1 by z minus z0. ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത ഒരേ ഒരു പോയിൻ്റ് z മൈനസ് z0 0 ആകുമ്പോഴാണ്, അതായത് z ഈക്വൽ ടു z0 ആകുമ്പോൾ. z ഈക്വൽ ടു z0 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല. അപ്പോൾ z0 വരുന്നത് ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ z0 മാത്രമേ ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്തുള്ളൂ. ബാക്കി ഇതിന് രണ്ടിനും ഇടയ്ക്ക്, അതായത് സിക്കും C1 ഇടയ്ക്കുള്ള എല്ലാ പോയിൻറ്റിലും, അതുപോലെ സിയിലും C1 ആ രണ്ട് കർവിലും ആ കർവിന് ഇടയ്ക്കുള്ള ക്ലോസ്ഡ് റീജിയനിലും
നമ്മുടെ ഫംഗ്ഷൻ 1/z-z0 അനാലിറ്റിക് ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത്സ് അപ്ലൈ ചെയ്യാം. ആ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഫംഗ്ഷൻ രണ്ട് കർവിലും അതിനിടയ്ക്കുള്ള ക്ലോസ്ഡ് റീജിയനും അനാലിറ്റിക് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഏതാണോ ഫംഗ്ഷൻ അത് dz ഈക്വൽ ടു രണ്ടാമത്തെ കർവ് C1 C2 ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെറ്റ് dz ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഓവർ സി 1/z-z0 ആണ് നമ്മുടെ ഫംഗ്ഷൻ. ദാറ്റ്സ് ഈക്വൽ ടു അതിന് പകരം എന്ത് കണ്ടാൽ മതി ഇൻ്റഗ്രൽ ഓവർ C1 dz/z-z0. ഇനി C1 നമുക്ക് കൃത്യമായിട്ട് അറിയാം സർക്കിളാണ്, നേരത്തെ എഴുതിയിരുന്നു. z ഈക്വൽ ടു z0 പ്ലസ് റോ ഇ റൈസ് ടു ഐ തീറ്റ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. സോ നമുക്ക് z ഡാഷ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ z ഓഫ് തീറ്റ ഇതാണ്. സോ z ഡാഷ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ റോ ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ദറ്റ് ഈസ് നമുക്കിത് ഈ ഇൻ്റഗ്രൽ കാണുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ C1 dz/z-z0 ഈക്വൽ ടു dz എന്ന് പറഞ്ഞാൽ z ഡാഷ് ഓഫ് തീറ്റ ഡി തീറ്റ 0 to 2π ആവും. ദറ്റ് ഈസ് ഇത് വരും റോ ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ z-z0 എന്ന് പറഞ്ഞാൽ റോ ഇ റൈസ് ടു ഐ തീറ്റ റോ ഇ റൈസ് ടു ഐ തീറ്റ. അപ്പോൾ റോ ഇ റൈസ് ടു ഐ തീറ്റ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഐ ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ ദറ്റ് ഈസ് ഐ തീറ്റ ഇൻ്റഗ്രൽ 0 to 2π ദറ്റ് ഈസ് 2πi എന്ന് കിട്ടും. സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ നമുക്ക് 2πi എന്ന് കിട്ടും. ഇനി ഇതുപോലെ സെക്കൻഡ് ഇൻ്റഗ്രൽ കാണണം. സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡ് ബൈ z-z0 dz ആണ്. ഈ ഇൻ്റഗ്രൽ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്. ഇനി ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് നമുക്കറിയാം. എഫ് ഓഫ് സെറ്റ് അനാലിറ്റിക് ആണ് സിയിൽ, വിത്തിൻ സിയിലും സിയുടെ ഉള്ളിലും അനാലിറ്റിക് ആയതുകൊണ്ട് തന്നെ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ z0 അതിനുള്ളിലുള്ള ഒരു പോയിൻ്റ് ആണല്ലോ. അപ്പോൾ എല്ലാ പോയിൻറ്റിലും അനാലിറ്റിക് ആണ്, സോ ഡിഫറൻഷ്യബിൾ ആണ്, സോ കണ്ടിന്യൂസ് ആണ്. സോ ബൈ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that modulus of f of z minus f of z0 less than epsilon whenever mod z minus z0 less than delta. ഇത് നമുക്കറിയാം. ഇനി നമ്മൾ ഈ z0 സെൻറ്റർ ആയിട്ട് അനദർ സർക്കിൾ C2 എടുക്കുക ഇൻ ദ പോസിറ്റീവ് സെൻസ് വിത്ത് റേഡിയസ് r. ഈ r ഷുഡ് ബി ലെസ് ദാൻ ഡെൽറ്റ. ഈ ഡെൽറ്റനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു റേഡിയസ് കംപ്ലീറ്റ്ലി C2 കംപ്ലീറ്റ്ലി സിയുടെ ഉള്ളിലായിരിക്കണം ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ. ഇനി ഈ ഫംഗ്ഷൻ നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്തേണ്ട ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡ് ബൈ z-z0 ആണ്. ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ z-z0 ഈക്വൽ ടു 0 ദറ്റ് ഈസ് z ഈക്വൽ ടു z0. അപ്പോൾ z ഈക്വൽ ടു z0 ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കിളിലും അതായത് C2ലും അതുപോലെ സി എന്ന കർവിലും അതിനിടയ്ക്കുള്ള ഈ റീജിയനിലും നമുക്ക് തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് z0 ബൈ z-z0 അനാലിറ്റിക് ആണ്. അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത്സ് അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡ് ബൈ z-z0 dz കാണുന്നതിന് പകരം ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡ് ബൈ z-z0 കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻ്റഗ്രൽ ഓവർ C2. അത് കാണുന്നത് ML ഇനീക്വാലിറ്റി ഉപയോഗിച്ചിട്ടാണ്. ML ഇനീക്വാലിറ്റി ഉപയോഗിച്ചിട്ട് കാണാൻ, അതായത് ML ഇനീക്വാലിറ്റി പറയുന്നത് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മും സിയുടെ ലെങ്ത് ഓഫ് സി എല്ലും ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് dz എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ML ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് z0 ബൈ z-z0 ആണ്. എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡ് ബൈ z-z0 അതിൻ്റെ മോഡുലസ് കാണണം.
അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട്. മോഡ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണ് വെൻ എവർ സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു സി ടു എന്ന് പറഞ്ഞാൽ സി ടുവിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, ഈക്വൽ ടു ആറാണ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോഴെല്ലാം മോഡ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓൺ സി ടു ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ആർ എന്നെഴുതാം. അപ്പോൾ ഇതാണ് എം. ഇനി എൽ കിട്ടണം. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സി ടു, സി ടുവിൻ്റെ ലെങ്ത് ഓഫ് സി ടു ആണ് എൽ. സി ടു ഒരു സർക്കിളാണ്, 6 റേഡിയസ് ഉള്ള സർക്കിൾ. അതിൻ്റെ ലെങ്ത് പറയുമ്പോൾ അതിൻ്റെ പെരിമീറ്റർ 2πr. സോ ബൈ എം എൽ ഇൻഇക്വാലിറ്റി മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി ടു എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? എം എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ബൈ ആറ്, എൽ 2πr. അപ്പോൾ ആറും ക്യാൻസൽ ചെയ്ത് പോയി. വി ഗെറ്റ് എപ്സിലോൺ 2π. അതിൽ 2π ഒരു കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് എപ്സിലോൺ ഈസ് ആർബിട്രറി ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ. ആൻഡ് ആസ് എപ്സിലോൺ ടെൻസ് ടു 0 ദിസ് മോഡുലസ് ടെൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി ടു എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു മോഡുലസ് ഒരിക്കലും ലെസ് ദാൻ 0 ആവില്ല. സോ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ ദാറ്റ് മീൻസ് ദിസ് ഇൻ്റഗ്രൽ വാല്യൂ ഈസ് 0. മോഡുലസിനുള്ളിലുള്ളത് വാല്യൂ 0 ആയാൽ മാത്രമേ മോഡുലസ് 0 ഉള്ളൂ. സോ ഇൻ്റഗ്രൽ ഓവർ സി ടു mod f of z minus f of z naught divided by z minus z naught dz equal to 0. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് നമ്മൾ എഴുതിയിരുന്നു. സി ടു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ബൈ സെഡ് മൈനസ് സെഡ് നോട്ടാണ്. അപ്പോൾ അത് 0 ആയി. അതായത് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനിലെ രണ്ടാമത്തെ ഇൻ്റഗ്രൽ 0 ആയി. ആദ്യത്തെ ഇൻ്റഗ്രൽ 2πi ആണ്. അവിടെ ആൾറെഡി ഒരു എഫ് ഓഫ് സെഡ് നോട്ട് ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ഓവർ സി, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു 2πi പ്ലസ് 0. ദറ്റ് ഈസ് 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട്. ഇതിൽ നിന്നും 1/2πi integral over c f of z dz divided by z minus z naught equal to f of z naught. This is Cauchy's integral formula. Next we have problems related to Cauchy's integral formula. Integrate z square minus 1 divided by z square plus 1 in the counterclockwise sense around the circles. First one mod z equal to 1/2, second one mod z minus I equal to 1, and third one mod z equal to 2. Here the given function is z square minus 1 divided by z square plus 1. And this function is analytic. ആദ്യം ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാം. അതായത് റേഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റിലാണ് problem വരിക. z square plus 1 equal to 0. That is z square equal to minus 1. That implies z equal to plus or minus I. അപ്പോൾ z equal to plus iയും z equal to minus iയും ആണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. z square minus 1 divided by z square plus 1 അനാലിറ്റിക് അല്ലാത്ത രണ്ട് പോയിൻറ്റ്സ് z equal to plus iയും z equal to minus iയും. സോ ഫസ്റ്റ് കേസ് എടുക്കാം. അതിലെ സർക്കിൾ സി എന്ന് കൊടുക്കാം. സി എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഈക്വൽ ടു 1/2 ആണ്. അതായത് ജനറൽ ഫോം സർക്കിളിൻ്റെ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 6 ആണ്. സെഡ് നോട്ട് സെൻറ്ററും അതുപോലെ 6 റേഡിയസും. അപ്പോൾ ഇവിടെ മോഡ് സെഡ് ഈക്വൽ ടു 1/2 ആണ്. സോ 0 സെൻറ്ററും ദാറ്റ് ഈസ് 0 സെൻറ്ററാണ്. And 1/2 is the radius.
0 0 സെൻറ്ററും 1/2 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ. ദാറ്റ് ഈസ് 1/2 സെൻറ്റർ. ദിസ് ഈസ് -1/2. 0 0 സെൻറ്ററും 1/2 റേഡിയസും ആയിട്ടുള്ള പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർക്കിൾ സി. സോ നമുക്കുള്ള പോയിൻറ്റ്സ് z ഈക്വൽ ടു +or-i, z ഈക്വൽ ടു +iയും z ഈക്വൽ ടു -iയും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് കണ്ടുപിടിക്കുക. ദെൻ കർവിൻ്റെ ഏകദേശം ഒരു റഫ് പിക്ചർ വരയ്ക്കുക. എന്നിട്ട് ഈ അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് ഈ കർവിനുള്ളിലാണോ കർവിന് പുറത്താണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ z ഈക്വൽ ടു +or-i എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു 0 1ഉം 0 -1 ആണ്. അപ്പോൾ ഇത് 1/2 ആണ്. 0 1/2 ആണ്. ഇത് 0 -1/2 ആണ്. അപ്പോൾ -i ഇവിടെ വരും, +i ഇവിടെയും വരും. അപ്പോൾ രണ്ട് പോയിൻറ്റും z ഈക്വൽ ടു +or-i നമ്മുടെ ഗിവൺ സർക്കിളിന് പുറത്താണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫങ്ഷൻ z² -1 ഡിവൈഡ് ബൈ z² +1 അത് ഈ സർക്കിൾ സിയിലും നമുക്ക് തന്നിട്ടുള്ള കർവ് സർക്കിൾ സി മോഡ് z ഈക്വൽ ടു 1/2ലും അതിനുള്ളിലും അനാലിറ്റിക് ആണ്. സോ ഹിയർ വി ക്യാൻ അപ്ലൈ ദി കോഷി-ഗോർസാറ്റ് തിയറം. f of z is analytic within and on C ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ C f of z dz equal to 0 for a very simple closed contour C. അവിടെ സർക്കിൾ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. സോ ഇന്റഗ്രൽ ഓവർ C z² -1 divided by z² +1 dz equal to 0 by Cauchy-Gaursat theorem. Then second one, that is mod z minus I is equal to 1. That is the curve C such that mod z minus I equal to 1. z equal to +or-i ആണ് നമ്മുടെ അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ്. That is I center. I means 0 1. 0 1 സെൻറ്ററും 1 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ. That is this is 0 1. That is I. പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർക്കിളാണ് സി. സോ 1 റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത് 2 ആയിരിക്കും, ഇത് 0 0. സോ z ഈക്വൽ ടു +iയും z ഈക്വൽ ടു -iയും ആണ് പോയിൻറ്റ്സ്. അപ്പോൾ ഇതിൽ z ഈക്വൽ ടു +i സർക്കിളിനുള്ളിലാണ്. ദാറ്റ് ഈസ് അതാണ് സെൻറ്റർ. z ഈക്വൽ ടു -i എന്ന് വരുമ്പോൾ അവിടെ വരിക. ദാറ്റ് ഈസ് 0 -1 എന്നുള്ള പോയിൻറ്റിനാണ് നമ്മൾ -i എന്ന് പറയുന്നത്. അത് സർക്കിളിന് പുറത്താണ്. സോ z ഈക്വൽ ടു i എന്ന് പറയുന്നത് ഇൻസൈഡ് സി ആണ്. z ഈക്വൽ ടു -i ഈസ് ഔട്ട്സൈഡ് സി ആണ്. സോ ഈ ഫംഗ്ഷന് z² -1 ഡിവൈഡ് ബൈ z² +1 നമുക്ക് z² -1 ഡിവൈഡ് ബൈ z +i ഇൻറ്റു z -i എന്ന് എഴുതാം. അപ്പോൾ അവിടെ z ഈക്വൽ ടു i ആണ് സർക്കിളിനുള്ളിലുള്ളത്, z ഈക്വൽ ടു -i സർക്കിളിന് പുറത്താണ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം z -iയും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം z +i ആണ്. അപ്പോൾ z +iയിൽ പ്രശ്നമില്ല, z -i വരുമ്പോഴാണ് ഡിനോമിനേറ്ററിൽ വരുമ്പോഴാണ് പ്രശ്നം. സോ ഇതിനെ നമുക്ക് z² -1 ഡിവൈഡ് ബൈ z +i ഡിവൈഡ് ബൈ z -i എന്ന് എഴുതാം. അപ്പോൾ ഈ മുകളിലുള്ള ഫംഗ്ഷൻ അതിനെ നമ്മൾ f of z ആക്കി എടുക്കുക. ഈ f of z ഗിവൺ സിയിൽ നമ്മളെടുത്ത ഈ സർക്കിളിൽ എന്താണ്, സർക്കിളിലും സർക്കിളിനുള്ളിലും അനാലിറ്റിക് ആണ്, പക്ഷേ z ഈക്വൽ ടു ഐയിൽ അനാലിറ്റിക് അല്ല. സോ f of z ഇന്റഗ്രൽ ഓവർ c z² -1 ഡിവൈഡ് ബൈ z² +1 dz ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ c z² -1 ഡിവൈഡ് ബൈ z +i ഹോൾ ഡിവൈഡ് ബൈ z -i dz എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇന്റഗ്രൽ ഓവർ c f of z dz ബൈ z -z0 എന്നുള്ള ഫോമിലാണ്, വേർ z0 ഈസ് i ആണ്, ദാറ്റ് ഈസ് ഇൻറ്റീരിയർ ടു ദി സർക്കിൾ ആണ്. സോ വി ക്യാൻ അപ്ലൈ ദ കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല. ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു f of z0
that is 2 pi I into f of I. f of z എന്ന് പറഞ്ഞാൽ dzൻ്റെ കൂടെ വരുന്ന ഫംഗ്ഷൻ, that is z square minus 1 divided by z plus I. So 2 pi I into f of I means 2 pi I into z-ൻ്റെ സ്ഥാനത്ത് I കൊടുക്കും, that is I square minus 1 divided by I plus I, that is 2 pi I into I square means minus 1, minus 2 by 2i, I and I getting cancelled, we get to minus 2 and 2 cancelled, that is minus 2 pi. That is minus 2 pi is the answer in the second case. And in third one, here the curve is mod z equal to 2. Mod z equal to 2 ആണ് കർവ്, അതായത് സെൻറ്റർ 0 0യും റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ. സെൻറ്റർ 0 0 ആണ്, റേഡിയസ് 2 ആണ്. സോ ദിസ് ഈസ് 2 0, ദിസ് ഈസ് മൈനസ് 2 0, ഇത് 2i ആണ്, അതായത് 0 2, ഇത് മൈനസ് 2i, ദറ്റ് ഈസ് 0 മൈനസ് 2 ആയിട്ടുള്ള സർക്കിളാണ് സി എന്ന് പറയുന്നത്. പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ, ഐ എന്ന് പറഞ്ഞാൽ 0 1 ആണ്, ഇവിടെ വരും, മൈനസ് ഐയും ഇവിടെ വരും, അതായത് രണ്ട് പോയിൻറ്റും സർക്കിളിനുള്ളിലാണ്. സോ ഇൻ ദിസ് കേസ് z സ്ക്വയർ മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 ആണ് ഫംഗ്ഷൻ. അതിനെ z സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ z പ്ലസ് ഐ ഇൻറ്റു z മൈനസ് ഐ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. ദറ്റ് ഈസ് എ ബൈ z പ്ലസ് ഐ പ്ലസ് ബി ബൈ z മൈനസ് ഐ. സോ ഇത് ഈ മെത്തേഡ്, അതായത് നമ്മളിപ്പോൾ എ പാർട്ടിലും ബി പാർട്ടിലും ചെയ്തത് വേറെ രീതിയിലാണ്. ഈ സി പാർട്ടിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് മറ്റ് രണ്ട്, ഇപ്പോൾ എയിലും ബിയിലും വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യനിലും ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ്, മറ്റേത് ബി പാർട്ടിൽ നമുക്ക് എഫ് ഓഫ് സെഡ് നമ്മൾ മാറ്റിയിട്ടാണ് എടുത്തത്. അതിൻ്റെ അനാലിറ്റിസിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഔട്ട് സൈഡാണോ ഇൻസൈഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ മെത്തേഡ് എല്ലാ പ്രോബ്ലത്തിലും അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് എ ബൈ സെഡ് പ്ലസ് ഐ പ്ലസ് ബി ബൈ സെഡ് മൈനസ് ഐ എന്ന് എഴുതി. സോ വി ഗെറ്റ് എ ഇൻറ്റു സെഡ് മൈനസ് ഐ പ്ലസ് ബി ഇൻറ്റു സെഡ് പ്ലസ് ഐ ഡിവൈഡ് ബൈ സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ഐ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ സെഡ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ഐ. സോ ഡിനോമിനേറ്റർ ഈക്വൽ ആണ്, വി ക്യാൻ ഇക്വേറ്റ് ദ ന്യൂമറേറ്റർ. സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു സെഡ് മൈനസ് ഐ പ്ലസ് ബി ഇൻറ്റു സെഡ് പ്ലസ് ഐ. സോ ഇനി എയും ബിയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് പുട്ട് സെഡ് ഈക്വൽ ടു ഐ, ദെൻ വി ഗെറ്റ് ഐ സ്ക്വയർ മൈനസ് 1, ദറ്റ് ഈസ് മൈനസ് 2 is equal to, this get cancelled, we get 2ib, that is b equal to minus 2 by 2i, that is minus 1 by I. Then similarly put z equal to minus I, we get minus 2 equal to minus 2ia, that implies a equal to 1 by I. So a equal to 1 by I, b equal to minus 1 by I. Therefore z square minus 1 divided by z square plus 1 equal to 1 by I divided by z plus I plus minus 1 by I divided by z minus I. So ഇതിൻ്റെ ഇൻ്റഗ്രലാണ് കാണേണ്ടത്, ഇൻ്റഗ്രൽ ഓവർ സി. അപ്പോൾ അതിന് പകരം എന്നാൽ മതി, ഇൻ്റഗ്രൽ ഓവർ സി പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി, അതായത് സ്പ്ലിറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് ഓരോന്നിലും കോഷി ഗോർസാറ്റ് തിയറോ അല്ലെങ്കിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൽ ഏതാണോ അപ്ലൈ ചെയ്യേണ്ടത്, ഔട്ട് സൈഡാണോ ഇൻസൈഡ് ആണോ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ ഐ കോമൺ ആണ്, ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് പ്ലസ് ഐ മൈനസ് 1 ബൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് മൈനസ് ഐ. സോ 1 ബൈ ഐ ഫസ്റ്റ് ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഡി സെഡിൻ്റെ കൂടെ വരുന്നത്, അതായത് 1 ആണ്. 1 സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ
z equal to minus I ആണ് minus I. So 1 by I into f of minus I എന്ന് വരും. സോറി 2 pi I കൂടെ വരും. y Cauchy's ഇന്റഗ്രൽ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. 2 pi I into f of z naught എന്നല്ലേ, f of minus I minus 1 by I into 2 pi I into f of I. അപ്പോൾ ഇവിടെയും എഫിൻ്റെ സ്ഥാനത്ത് 1 ആണ്. സോ വി ഗെറ്റ് 1 by I into 2 pi I into f of 1 f z 1 ആണെങ്കിൽ f of minus I 1 1 by I into 2 pi I into 1. So this is 0. So in this case, in the third case we get the answer is 0.